റബ്ബർ ബന്ധ് ശരിയാ കറക്റ്റാ. ഒന്നാമത്തെ അറ്റൻഡ് ഫെയിൽ ആയതുകൊണ്ട് രണ്ടാമത്തെ നമ്മൾ കറക്റ്റ് ആക്കി. 1 അല്ലെങ്കിൽ 3 ആണല്ലോ. കാലം മാറുന്നതോട് നമ്മൾ 2 തന്നെ കറക്റ്റ് ആക്കണം. കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. ആളെ ഞാൻ പയ്യങ്ങ് തീർത്തേ. ഇനി നമുക്ക് കുറച്ചധികം പരിപാടി. അയ്യോ എന്തൊരു ചൂട്. അടുപ്പിന് താഴെ ഒരു ഫാൻ ഫിറ്റ് ചെയ്യണം. ഫാൻ പോലും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ബട്ടറെ നിന്റെ ഹൃദയത്തെ ഞാനൊന്ന് ഉരുക്കി എടുക്കും. അതുകൊണ്ട് സെക്കൻഡ് ഐറ്റം എന്തേ ശർക്കര. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഐറ്റത്തിന്റെ പേര് ഞാൻ പറയില്ല. അതിന് മുന്നേ കുറച്ചൊന്നും ചെറിയ സെറ്റ് ആക്കാനുണ്ട്. കുഴപ്പമില്ലല്ലേ. ബട്ടർ നമ്മളൊന്ന് അരിച്ചെടുക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് അടുത്ത ഐറ്റം ശരിയാക്കാനുണ്ട്. അത് പോയിട്ട് ഫ്രിഡ്ജിൽ പോയിട്ട് എടുത്തിട്ട് വരട്ടെ. ചെറിയൊരു ഗ്യാപ്പ് എടുത്താലും ക്യാമറ എന്റെ കൂടെ വന്നു. ഒരു കൊക്കോ പൗഡർ എടുക്കാൻ പോയത്. ആ ഗ്യാപ്പ് പോലും നീ വിടരുത്. ആ സമയത്ത് ഞാൻ ശർക്കര സെറ്റാക്കി. ഈ സമയത്ത് ശർക്കര സെറ്റാക്കാൻ പാടില്ല എന്ന് എനിക്ക് നേരത്തെ അറിയില്ല. നേരത്തെ ഞാൻ അവന് പറ്റി. പിന്നെ നമ്മൾ കൊക്കോ പൗഡറിന്റെ ആത്മാവിനെ വരെ ഊറ്റിയെടുത്തിട്ട് ബാക്കി ഡബിൾ ബോയിലിംഗ് ഇങ്ങനെയാണ്. കുപ്പുതി നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്താണല്ലോ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഈ രീതിയിൽ ഡബിൾ ബോയിലും കൂടെ കാച്ചിട്ട് നമ്മുടെ ചൂടുവെള്ളത്തിൽ അടക്കാച്ചത്. പാല് കിട്ടിയില്ല. പിന്നെ പാലിന്റെ പൈസ എന്റെ അച്ഛൻ വന്ന് മുടക്കൂലല്ലോ. ഒരു കെച്ച് ശർക്കര വീണ്ടും പണിയും. അത് റബ്ബർ ബന്ധ് പോലെ കട്ടിയായിട്ടിരിക്കും. പിന്നെ അതെടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ബദാം കൂട്ടന്മാരെ കുളിപ്പിച്ച് മാറ്റി കിടത്തി കഴിക്കാനുള്ള രീതിയിലേക്ക് സെറ്റ് ആക്കുന്നതിന്റെ ധൃതിയിലുണ്ട്. അവസാന ടൈം ആയപ്പോഴത്തേക്കും വീണ്ടും പഞ്ചസാര പോരാന്ന് ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാനത്തെ ടച്ചൊക്കെ സെറ്റാക്കി വന്ന് നോക്കിയപ്പോഴത്തേക്കും ശർക്കരയുടെ പാട് അവിടെ ഇവിടെയൊക്കെ മൊത്തത്തിൽ അങ്ങ് കൊളായി.